അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദ്രസ ഗൈഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ വന്ന താരീഖിൻ്റെയും അഖ്ലാഖിൻ്റെയും ചോദ്യപേപ്പറാണ്. നമുക്കറിയാം, താരീഖും അഖ്ലാഖും ഒറ്റ ചോദ്യപേപ്പറിലാണ് പരീക്ഷ ഉണ്ടാവുക. ഒരേ സമയത്ത് ഒരു ചോദ്യപേപ്പറിലായിട്ട് പരീക്ഷ ഉണ്ടാവും, 2 ചോദ്യപേപ്പർ ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ചോദ്യപേപ്പർ വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് വന്ന ചോദ്യം ചേർത്ത് എഴുതാം എന്നുള്ള ചോദ്യമാണ്. ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് നേരെ എഴുതി കൊടുക്കണം. ഓരോ ചോദ്യങ്ങളുടെയും നേരെ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച കാര്യങ്ങൾ എഴുതി കൊടുക്കണം വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? മുകളിൽ ഗസ്വത്ത്, അഹ്സാബ്, ആത്മരക്ഷ, ജബലുർ റുമാത്ത്, ബനു ഖുറൈള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് മുകളിലെ ബ്രാക്കറ്റിൽ. ആ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ നമുക്ക് ആദ്യം തന്നെ വേണം. ഇനി ഒന്നാമത്തെ ചോദ്യം വായിക്കുമ്പോൾ, ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? ആത്മരക്ഷ ആയിരുന്നു അല്ലേ? ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധത്തിന് എന്താണ് പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധത്തിന് ഗസ്വത്ത് എന്ന് പറയില്ലേ? അതും ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിക്കാത്ത യുദ്ധത്തിന് എന്താ പറയാ? സരിയത്ത് എന്ന് പറയും. അതും ആ പാഠത്തിൽ തന്നെ ഉണ്ട്. ആ കാര്യം കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, മദീനയിലെ ജൂത ഗോത്രമായിരുന്നു. ഏത് ഗോത്രക്കാരായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്? മദീനയിൽ 2 ഗോത്രക്കാരുണ്ടായിരുന്നില്ലേ? അതിൽ ഒരു ഗോത്രത്തിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, ബനു ഖുറൈള. അപ്പം മദീനയിലെ ജൂതഗോത്രമായിരുന്നു ബനു ഖുറൈള എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മദീനയിൽ വേറെയും ജൂതഗോത്രം ഉണ്ടായിരുന്നു, ബനു നളീറും ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം. ആ സ്ഥലത്തിന് എന്താ പറയാ? ഉഹദ് യുദ്ധത്തിൽ പിന്നിൽ കൂടി വരുന്ന ശത്രുക്കളെ തടയാൻ വേണ്ടി അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ തിരഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നിൻ മുകളിൽ നിർത്തിയിരുന്നില്ലേ? ആ സ്ഥലത്തിന് എന്താണ് പറയാന്നാ ചോദിച്ചത്? ജബലുർ റുമാത്ത് എന്നായിരുന്നു അല്ലേ? ജബലുർ റുമാത്ത് എന്ന കുന്നുമേലായിരുന്നു 50 പേരെ തിരഞ്ഞെടുത്ത് നിർത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് അവരോട് തിരിച്ചു വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. ഇനി 5ാമത്തെ ചോദ്യം, ഖന്തഖ് യുദ്ധത്തിന്റെ മറ്റൊരു പേര്. ഖന്തഖ് യുദ്ധത്തിന് വേറെ ഒരു പേരും കൂടി പറയും. എന്താണ് ആ പേര്? 4ാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ്. അഹ്സാബ് യുദ്ധം എന്നും പറയും. 2 പേരും പറയാനുള്ള കാരണം ആ പാഠത്തിൽ പറയുന്നുണ്ട്. കിടങ്ങ് കീറിയ ഒരു യുദ്ധമായിരുന്നില്ലേ ഖന്തഖ് യുദ്ധം? ആ കിടങ്ങുണ്ടായത് കാരണമാണ് ഖന്തഖ് എന്ന് പറയാൻ കാരണം. അതുപോലെ ശത്രുക്കൾ സംഘടിതമായി വന്നത് കാരണത്താലാണ് അഹ്സാബ് യുദ്ധം എന്ന് പറയാൻ കാരണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ശരി അടയാളപ്പെടുത്താം. അതായത് ശരി അടയാളപ്പെടുത്തി കൊടുക്കാനുള്ള ചോദ്യമാണ്. 5 ചോദ്യങ്ങളുണ്ട്. അതിന് നേരെ ഓരോ ചോദ്യങ്ങൾക്കും നേരെ 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി ഏതാണ് എന്നത് നോക്കിയിട്ട് അതിന് ശരി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ആരാണ്? ആരായിരുന്നു? ഖാലിദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഖൈബറിൽ ഉണ്ടായിരുന്നത്? അലി റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? 6ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. പിന്നെ അടുത്തത് വരുന്നത്, മക്ക വിജയം നടന്ന മാസം. ഏത് മാസത്തിലാണ് മക്ക വിജയം നടന്നത്? മുഹറം മാസം, സഫർ മാസം, റമദാൻ മാസം. ഏതായിരുന്നു? റമദാൻ മാസത്തിലായിരുന്നു കേട്ടോ. പിന്നെ 3ാമത്തെ ചോദ്യം, ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു. ഏതായിരുന്നു? ത്വായിഫ്, ഹുദൈബിയ, മിസ്ർ. ഏതാണ്? ത്വായിഫ് ആയിരുന്നു അല്ലേ? ത്വായിഫ് എന്നതാണ് ശരി ഉത്തരം. അതിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. 4ാമത്തെ ചോദ്യം, റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ആരായിരുന്നു? സയ്യിദ് റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു. ആരാണ്? ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം. ഏത് പ്രദേശത്തായിരുന്നു സമൂദ് ഗോത്രത്തെ അള്ളാഹു തആല ശിക്ഷിച്ചിരുന്നത്? ഹിജ്ർ, ത്വായിഫ്, ഷാം. എവിടെയായിരുന്നു? നമ്മുടെ 10ാമത്തെ പാഠത്തിൽ തബൂക്കിലേക്കുള്ള യാത്ര പറയുന്നുണ്ടല്ലോ, അവിടെ പറയുന്നുണ്ട് സമൂദ് ഗോത്രത്തെ അള്ളാഹു തആല ശിക്ഷിച്ച പ്രദേശമാണ് എന്ന് പറയുന്നത് ഹിജ്റിനെ കുറിച്ചാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ വഴിയിലൂടെ സഞ്ചരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പം ഹിജ്റിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഹിജ്ർ എന്നതാണ് ശരിയായ ഉത്തരം. ഇനി അതിൽ 3ാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നതാണ്.
ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറയും. രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിനോട് യോജിച്ച കാര്യങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് നേരെ എഴുതുക അല്ലേ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്നും മടങ്ങി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം എവിടെയാണ്? എവിടെ നിന്നാണ് ത്വായിഫിൽ നിന്ന് മടങ്ങിയിട്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത്? എട്ടാമത്തെ പാഠത്തിലാണ് പറയുന്നത്. ജിഅ്റാനത്തിൽ നിന്നായിരുന്നു അല്ലേ. ജിഅ്റാനത്തിൽ നിന്ന് അവിടെ ഉണ്ട്, അത് നമ്മൾ നേരെ എടുത്ത് എഴുതിയാൽ മതി. രണ്ടാമത്തത് ഷാമിൽപ്പെട്ട സ്ഥലമാണ്. ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഏത്? മുഅത്തത്തിലെ മുഅത്തത്ത് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞോടത്തെ 9ാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട്. മുഅത്തത്ത് ഷാമിൽപ്പെട്ട സ്ഥലമാണ്. ഇനി 3ാമത്തെ ചോദ്യം, റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം എവിടെയായിരുന്നു? തബൂക്കിലായിരുന്നു അല്ലേ. ഒരു സമാധാന സന്ധി എന്ന പാഠത്തിലാണ് കാര്യം പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, ഷാഫിഈ മദ്ഹബിന്റെ ഇമാം ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. അപ്പോൾ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. ഇനി 5ാമത്തെ ചോദ്യം, അബൂ മൻസൂരി മുഹമ്മദ് ആരാണ്? അതിൻ്റെ ബാക്കി എന്താണ്? അൽ മാതുരീദി എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഇമാമിയങ്ങളാണ് അല്ലേ. അഖീദയിലെ ഇമാമാണ് അബൂ മൻസൂരി അൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഫിഖ്ഹിലെ ഇമാമാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത ചോദ്യം, ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം. ബ്രാക്കറ്റിൽ 3 വാക്ക് കൊടുത്തിട്ടുണ്ട്, പൂരിപ്പിക്കേണ്ട 3 സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ ബ്രാക്കറ്റിൽ കൊടുത്തത് ക്രമപ്രകാരം നമ്മളെ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. വമാ ഡാഷ് ഇല്ലാ റസൂലുൻ ഡാഷ് ഖലത്ത് മിൻ ഡാഷ് അർ റുസുലു. എന്താണത്? അതിൻ്റെ ശരിയായ രൂപം എങ്ങനെയായിരുന്നു? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുലു എന്നായിരുന്നു കേട്ടോ. ആ രൂപത്തിൽ നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതിൽ രണ്ടാമത്തത്, മൻ ദഖല ദാറ അബി ഡാഷ് ഫഹുവ ഡാഷ് വമൻ ദഖല ഡാഷ് ഫഹുവ ആമിനുൻ. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് 3 സ്ഥലത്ത് വിട്ടു പോയിട്ടുണ്ട്. അതിന് 3 കാര്യങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ രൂപത്തിൽ യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശരിയായ രൂപം എങ്ങനെയാണ്? മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. 7ാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു അല്ലേ. മക്ക വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താരീഖിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ. ഇനി അഖ്ലാഖിലെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അഖ്ലാഖിലെ 1ാമത്തെ ചോദ്യം, തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാം? എന്തായിരുന്നു? നമ്മുടെ 12ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. തൗബ സ്വീകരിക്കാൻ 4 നിബന്ധനകൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 4 നിബന്ധനകളാണ് ചോദിച്ചത്. 1, ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക. 2, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. 3, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4, മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാവുക. ഈ 4 കാര്യങ്ങളാണ് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധന അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കട്ടോ. ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഒറ്റ വാക്കിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ 1ാമത്തെ ചോദ്യം, ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. എന്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നന്മയെക്കുറിച്ചാണ് അല്ലേ. 1ാമത്തെ പാഠത്തു നിന്നുള്ള ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം, അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ. അതിനെന്താണ് പറയുക? ഇഖ്ലാസ് എന്ന് പറയില്ലേ. 2ാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണ് കേട്ടോ. പിന്നെ 3ാമത്തെ ചോദ്യം, നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ്. എന്താണ് ദാനം? ഖൽബിനെ കുറിച്ച് പറഞ്ഞതാണല്ലേ. ഖൽബ്, ഹൃദയം. 3ാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണ്. പിന്നെ 4ാമത്തെ ചോദ്യം, മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ്. എന്താണത്? നാവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. 4ാമത്തെ പാഠത്തിലാണ് പറഞ്ഞത്. ഇനി അതിൽ 5ാമത്തെ ചോദ്യം, കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ്. എന്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ക്ഷമ അല്ലേ. ക്ഷമയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ക്ഷമ എന്ന കാര്യം വേണം. എന്തിന്? കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ ആവശ്യമാണെന്ന് പറഞ്ഞത്. 5ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം വളരെ ഈസിയായ ചോദ്യങ്ങളാണ് ഒക്കെ. ശരിക്കും പാഠങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും കേട്ടോ. ഇനി 7ാമത്തെ ചോദ്യം വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. 1ാമത്തത്, ഫാത്തിമ ബീവിയുടെ വസിയ്യത്ത് എന്തായിരുന്നു? 6ാമത്തെ പാഠത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ലജ്ജിക്കുക, മനുഷ്യനാവുക എന്ന പാഠത്തിൽ ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പൊ അതിൽ ഫാത്തിമ ബീവിയുടെ വസിയത്ത്, എൻ്റെ മയ്യിത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം, എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത് എന്ന് പറഞ്ഞതില്ലേ. അപ്പൊ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ്? അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത് അല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കാനുണ്ടോ. പഠിച്ചു വെക്കുകയും അത് വിപത്തുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലുകയും ചെയ്താൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മറക്കൂല കേട്ടോ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചവർ ആരാണ്? ആരെക്കുറിച്ചാണ്? എട്ടാമത്തെ പാഠം വസ്ത്രം അണിയുന്നതിനെ കുറിച്ചുള്ള പാഠമായിരുന്നു അല്ലേ. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ കാര്യമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് അർത്ഥം എഴുതാം എന്ന ചോദ്യമാണ്. അതിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നന്ദിയുള്ള ഒരു അടിമയായേണ്ടതില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ കുറിച്ചാണ് അല്ലേ. ഒമ്പതാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. എന്താ അതിൻ്റെ അർത്ഥം? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ അറബിയാണത്. 12ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഉപമിച്ചത്? 10ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് നല്ല സഹവാസിയും ചീത്ത സഹവാസിയെ കുറിച്ചുമാണ് അല്ലേ. നല്ല സഹവാസി കസ്തൂരി വഹിക്കുന്നതിനെ പോലെയാണ്, ചീത്ത സഹവാസി ഉലയിൽ ഊതുന്നതിനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. ഇനി 2ാമത്തെ ചോദ്യം, ശുക്ർ എന്നാൽ എന്താണ്? 9ാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ടായിരുന്നു. ശുക്ർ എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. ആ പാഠത്തിൽ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സുകൊണ്ട്, വാക്ക് കൊണ്ട്, കർമ്മം കൊണ്ടൊക്കെ ശുക്ർ ചെയ്യുക. അതുപോലെ കൽബിൻ്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ. നാവിൻ്റെ ശുക്ർ എന്നാൽ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം, കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്താണ്? കൊന്നാളും നരകത്തിലാളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതിൻ്റെ കാരണം എന്തായിരുന്നു? അതിൻ്റെ കാരണം അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലേ. അപ്പോൾ കൊന്ന ആള് എന്താ നരകത്തിലാണ്, കൊല്ലപ്പെട്ടവൻ തിരിച്ച് ഈ സഹോദരനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നല്ലോ. അതുകൊണ്ടാണ് കൊല്ലപ്പെട്ട ആളും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ, കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതേ രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പഠിക്കുക. നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാൻ റെഡിയാവുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.